വിളിച്ചോട്ടെ, സോറിയാസിസ് എന്ന് വിളിച്ചോട്ടെ, സ്കിന്നിൽ വരുന്ന ചുടുകുരുക്കള്, ചൂടുകാലത്ത് വരുന്ന ചൂടുകുരുക്കള്, കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പൻ, എന്ത് ത്വക്ക് രോഗവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നിങ്ങൾ ദേഹം കഴുകാനുള്ള വെള്ളം കടുക്കത്തോടും നെല്ലിക്കത്തോടും താനിക്കത്തോടും ചതച്ചിട്ട് വെന്ത വെള്ളം സഹിക്കാവുന്ന ചൂടോടെ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് കഴിക്കുകയും പുറമെ പെട്ട തൈലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് പുരട്ടി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം ഈ ത്രിഫലത്തോട് ഇട്ട് തിളപ്പിച്ച ആറിയ ഒരു സഹിക്കാവുന്ന ചൂടോടെ ദേഹം കഴുകുകയാണെങ്കിൽ എല്ലാത്തരം ത്വക്ക് രോഗങ്ങളും, അമിതമായിട്ട് വിയർപ്പ്, ദുർഗന്ധം, ഇതൊക്കെ ശമിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സഹായകരമാവും. അപ്പൊ ദേഹം കുളിച്ചാൽ അപ്പൊ സ്കിന്നിന് വളരെ ഗ്ലോയിങ് സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുന്നതിനും സഹായകരമാവും. ഓക്കെ, അടുത്ത സംഗതി. ഇനി നമുക്ക് ഇത് കണ്ണില് ചെറിയ കുരുക്കൾ വരിക, ചൂട് വരിക, ചുടുകുരുക്കള്, കണ്ണിന് ചൂട്, ചുവപ്പ് നിറം, ഇത്തരം സംഗതികൾ വരില്ലേ, അവിടെ നമുക്ക്, കാരണം ഇത് ത്രിദോഷഹരത്വമാണ്. വാതദോഷത്തെയും പിത്തദോഷത്തെയും കഫദോഷത്തെയും ഒരുപോലെ ശമിപ്പിക്കുന്നതിനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ കടുക്കത്തോടിനും നെല്ലിക്കത്തോടിനും താനിക്കത്തോടിനും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ചൂർണം വാങ്ങി